സുഹൃത്തുക്കളെ, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് എം ടി വാസുദേവൻ നായർ ഇരിക്കുമ്പോൾ എം ടിയുടെ കൂടെ അന്ന് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് എം കുട്ടിക്കൃഷ്ണൻ സാറ്. എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ ഇടയാവുന്നത് ഞാൻ 1998 ഞാൻ മഞ്ചേരി എൻ എസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോളേജിൻ്റെയും ആർട്സ് ഡേയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഗസ്റ്റിനെ കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഗസ്റ്റിനെ കിട്ടാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളെ കോളേജിൽ മുമ്പ് പ്രിൻസിപ്പളായിരുന്നു ഡോക്ടർ എസ് പി വേണുഗോപാൽ നായർ. പുള്ളി സാഹിത്യ അക്കാദമി മെമ്പറായിരുന്നു, അതേപോലെ തന്നെ എഴുത്തുകാരനാണ്, മലയാളം അധ്യാപകനാണ്. ഓക്കെ, അദ്ദേഹം 2 മാസം ഞങ്ങളുടെ കോളേജിൽ പ്രിൻസിപ്പളായിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഒറ്റപ്പാലം എൻ എസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി. ഞങ്ങളുടെ കോളേജിൻ്റെ അന്നത്തെ പ്രിൻസിപ്പൾ ഡോക്ടർ കെ ജി സോമൻ നായരാണ്. അദ്ദേഹം ഇപ്പോൾ അടുത്ത് മരിച്ചു. അദ്ദേഹം 12 എൻ എസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. അപ്പം ഞാൻ ഈ ഗസ്റ്റിനെ കിട്ടാൻ വേണ്ടി പോകുമ്പോൾ ഡോക്ടർ ആസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം അന്ന് പൂക്കാസിയുടെ നേതാവാണ്, പൂക്കാസിയുടെ ജില്ലാ സെക്രട്ടറിയാണ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ, അതേപോലെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ട് ഗസ്റ്റിന് അറേഞ്ച് ചെയ്യുന്ന പണി എപ്പോഴും നമ്മളെയാണ് ഏൽപ്പിക്കലുണ്ട്. നമ്മൾ വേണുഗോപൻ സാറ്, അതേപോലെ തന്നെ അവിടെ ഓരോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഒറ്റപ്പാലം എൻ എസ് കോളേജിലത്തെ ഒരു കർത്ത സാറുണ്ടായിരുന്നു. അവരൊക്കെ കത്തൊക്കെ തന്ന് ഞാൻ അങ്ങനെ തിരിഞ്ഞടക്കുക. ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിൽ പോകണു, സിനിമാ നടന്മാരെ പലരെ കാണുന്നു, ശരിയാവണില്ല. അങ്ങനെ കഴിഞ്ഞാണ്ട് ഷൊർണൂർ പോകണു, ഷൊർണൂരിൽ നിന്ന് റെഡി ആവണില്ല. അത് കഴിഞ്ഞാണ്ട് സാഹിത്യ കലാമണ്ഡലത്തിൽ, വെള്ളത്തോൾ കലാമണ്ഡലത്തിൽ അവിടെ പോകണു, ചെറുതുരുത്തിയിൽ. അവിടെ പോയിട്ട് അവിടെ നിന്നപ്പോൾ ഒരു ആക്ടറെ കിട്ടി, അവിടെ സിനിമേൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ്ട് പിന്നെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിക്കാവുന്നു. കാരണം സാറ് ടീച്ചറേയും വൈശാഖ മാഷയും കിട്ടണം. അപ്പോൾ സാറ് ടീച്ചർക്കുള്ള കത്ത് വേണുഗോപൻ സാറും അതേപോലെ തന്നെ കർത്ത സാറും തന്നു. ആ കത്തുണ്ട് എൻ്റെ അടുത്ത്. അന്ന് മൊബൈൽ ഫോൺ ആയിട്ടില്ല. ആ കത്തുണ്ട്. നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സാറ് ടീച്ചർ തന്ന്, സാറ ജോസഫ് തന്നു, സാഹിത്യ അക്കാദമിയിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്ന് എനിക്ക് അക്കോമഡേഷൻ അന്നൊരു ദിവസം അവിടെ തൃശ്ശൂർ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഞാനും ഞങ്ങളുടെ കോളേജിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള അന്ന് ജനറൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യൻ എം കോമിന് പഠിക്കുകയായിരുന്നു. ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ പോയിട്ട് താമസിക്കുക. സാഹിത്യ അക്കാദമിയിൽ താമസിക്കുമ്പോൾ എം കുട്ടിക്കൃഷ്ണൻ മാഷ് പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. എം കുട്ടിക്കൃഷ്ണൻ മാഷ് മൂപ്പര് ഭയങ്കര രസികനാണ്. 2 സ്മോൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല പെർഫോമൻസാണ്. അപ്പം മൂപ്പര് പറഞ്ഞു, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സ്വയം വലിയ മഹാന്മാരാണെന്ന് നടിക്കുന്നതിനെ പറ്റി മൂപ്പര് പറഞ്ഞാണ്. മൂപ്പര് പറഞ്ഞ് ഈ ഒരു സ്കൂൾ അധ്യാപിക, കഥയാണ് പറയുന്നത്, സ്കൂൾ അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 36 പറഞ്ഞു, ഈ സ്പേസിലേക്ക്, ബഹിരാകാശത്തേക്ക് പരീക്ഷണാർത്ഥം നമ്മൾ പട്ടീനെ അയച്ച കഥ പറഞ്ഞു. അതിൻ്റെ ടീച്ചർ ഇന്ന് എന്ത് മനസ്സിലായി എന്ന് വെച്ചു കുട്ടികളോട്. അപ്പോൾ ടീച്ചർ പ്രതീക്ഷിച്ച മറുപടി എന്താ വെച്ചാൽ, നമ്മളെ ടെക്നോളജി ഇത്രയ്ക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു, നമ്മളെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വളർന്നിട്ടുണ്ടെന്നുള്ള ഒരു മറുപടി കുട്ടികൾക്ക് നിന്ന് കിട്ടുന്ന എഴുതിയിട്ടാണ് ടീച്ചർ ചോദിച്ചത്. പക്ഷേ അതിൽ കുട്ടി നീച്ചുന്നിട്ടായിരുന്നു. ആദ്യത്തെ കുട്ടീനോട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ആ കുട്ടി നീച്ചുന്നിട്ടായിരുന്നു, പൊക്കാനൊരാളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും എത്രയും പൊങ്ങാന്ന് മനസ്സിലായിയാണ്. അതന്നെയാണ് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി കെ ഫിറോസും. മൊയന്തുകൾ, പുളിച്ചികൾ, നോളകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ് യൂത്ത് ലീഗിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്കിടയിൽ നടക്കുന്നത്. പിന്നെ യൂത്ത് ലീഗിൻ്റെ ഒരുപാട് ആൾക്കാർ അവിടെ വിളിച്ചു. ഇന്നലെ വൈകുന്നേരം നിലമ്പൂർ UDYF-ൻ്റെ, അതായത് ഐക്യജനാധിപത്യ UDF-ൻ്റെ യുവജന വിഭാഗങ്ങളുടെ, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രവർത്തകരുടെ യോഗം ഉണ്ടായിരുന്നു. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്കിടയിൽ നിന്ന് പി കെ ഫിറോസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അത്രയും അതൃപ്തിയുണ്ട്. കാരണം ഇത്യാദി കാട്ടിക്കൂട്ടലും കൊണ്ട് നടക്കുക. ഐറ്റങ്ങളവിടെ പണിയെടുക്കുകയാണെന്നേ. ഐറ്റങ്ങൾ ഇന്ന് എത്ര ആൾക്കാർ വിളിച്ചിട്ടുണ്ടെന്ന് അറിയോ? എത്ര ആൾക്കാരെ മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ടുള്ളത്? കാരണം വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും, ഏറനാട് മണ്ഡലത്തിൽ നിന്നും, അതേമാതിരി തന്നെ മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും ഒക്കെ അവിടെ പോയി ദിവസം പോയിട്ട് വരുമ്പോൾ ഓർക്കൊക്കെ ഓരോ ബൂത്തിൻ്റെ ചുമതലയുള്ളവരാ. ഓരോ മണ്ഡലം നേതാക്കന്മാർ, മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോവുകയാണ് യൂത്തിലുകാർ. ഒരു വണ്ടിക്ക് എണ്ണടിക്കണം എന്നുണ്ടെങ്കിൽ 10,500 ഉറുപ്പികയാണ്. അപ്പോൾ രാജേട്ടവിടെ 2-3 ദിവസം നിൽക്കാൻ ഞങ്ങൾക്ക് അവിടെ ഒരു വീടിട്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ചാണ്ട്. കാരണം ഹോട്ടലിലൊന്നും റൂമിട്ടല്ല. അങ്ങനെ ഇടങ്ങാറായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാ, പാർട്ടി ഫണ്ടൊന്നുമല്ല, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പട്ടിപ്പണി എടുക്കുകയാണ് അവർ അവിടെ പോയിക്കാണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഇവിടെ പട്ടിഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നോളുകൾ. ഈ ഉത്തരം താങ്ങുന്ന പല്ലികളായിട്ട് മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. അതിനൊപ്പം ഈ പി കെ ഫിറോസൊക്കെ കുറച്ചൊക്കെ ഒരു ബൗദ്ധിക നിലവാരം ഉണ്ടായിരുന്ന ഒരാളായിട്ടാണ് ഞാനെ കണ്ടിരുന്നത്. നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ മൂപ്പര് ഇവരപ്പം കൂടിയാണ്ട് ഈ തൂര്യോനെ പേരിയോനെ നടന്നുള്ള ഒരു വർത്താനം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ദുർഗന്ധം ഇയാളിലേക്കും കൂടി ഇപ്പോൾ പകർന്നു കിട്ടിയിട്ടുണ്ട്. പി കെ ഫിറോസൊക്കെ പരിപാടി നടത്തണം. ഈ നോളത്തിനടുത്ത് പോകല്ലേ, താനൂരൊക്കെ കണ്ട് അടുത്ത തവണ വീണ്ടും മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയിക്കാൻ സാധ്യതയല്ല. ഇജാതി കാട്ടിക്കൂട്ടലും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലത്തും ചിലപ്പോൾ കൈശലാകാൻ പോകുന്നില്ല. അല്പന്മാർ, ഇത്ര അല്പന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടോ? ആൾക്കാർ ഇപ്പോൾ പലരും വിളിച്ചിട്ടൊക്കെ പറയണത് എന്താ അറിയോ? കോൺഗ്രസിനകത്തെ ആറാട്ടങ്ങളിലും അലൻ ജോസ് പെരേരയുമാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ. എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ച് നോക്കി.
ഇന്ന കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരാൾ വിളിച്ചു. ഒരു ക്രിസ്ത്യനാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. ആളെ പേര് അവിടെ പറയുന്നില്ല. സംഘടന വല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ. ഒരുപാട് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുണ്ടല്ലോ. അതുകൊണ്ട് അതിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളെ പേര് പറയുന്നില്ല, ഇപ്പോൾ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നില്ല. എന്നെ വിളിച്ചപ്പോൾ ഞാൻ മാനിയിട്ട് സംസാരിച്ചു. പിന്നെ എന്നോട് ഭയങ്കര ഗൗരവത്തിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊട്ടേഷനാണ് ഇട്ടിട്ടുള്ളത്, പൈസ മേടിച്ചിട്ടാണ് ചെയ്യണമെന്നൊക്കെയുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ പൊന്നു സുഹൃത്തെ, ഓരോരുത്തരുടെ അടുത്തും കായ് വാങ്ങിക്കൊണ്ട് ആർക്കെതിരെ മിണ്ടാതി നിൽക്കില്ല. ആരെന്തെങ്കിലും കായ് മേടിച്ചു കണ്ട് വേറെ ആർക്കെങ്കിലും എതിരെ എനിക്ക് ബോധ്യമില്ലാത്ത ആരോപണങ്ങളോ വിമർശനങ്ങളോ ഞാൻ നടത്തൂല്ല എന്ന് പറഞ്ഞു. അപ്പം മുമ്പ് പിന്നെ ഇങ്ങനെ പറയാം, അങ്ങനെയല്ല നിങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അഹങ്കാരത്തിന് കച്ചും കാലം വെച്ചാലും പിന്നെ നോളത്തരം കാട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധി ഷാഫിനോടുണ്ടെങ്കിൽ, 2 ആഴ്ച മുമ്പ് ഞാനിപ്പോൾ ജോലി ചെയ്യല്ല സ്റ്റോറി ചെയ്യുന്ന, ഞാനവിടെ മാസശമ്പളത്തിനല്ല, നല്ല മഴ ഉണ്ട്, ആ സ്ഥാപനത്തിലെ പ്ലാറ്റ്ഫോമിൽ ഞാൻ 2 ആഴ്ച മുമ്പാണ് ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത്. വയനാട് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഷാഫി എന്തുകൊണ്ട് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ അന്ന് ഞാൻ സ്റ്റോറി ചെയ്യുന്ന സ്മാർട്ട് പിക്സ് മീഡിയക്കകത്ത് 3.5 ലക്ഷത്തിലധികം ആൾക്കാരെ യൂട്യൂബിൽ മാത്രം കണ്ടത്. ഫേസ്ബുക്കിൽ എത്ര കണ്ടു എന്നുള്ള വെച്ചറിയില്ല, ഞാൻ നോക്കാറില്ല. ആ കണ്ടത് എന്താ ഷാഫിൻ്റെ അടുത്ത് കൈ പഠിച്ചിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനകത്ത് ഞാൻ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ, അതുവരെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലമായിട്ട് കണ്ടെങ്കിലും കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം ഞാൻ നേരെ തിരിച്ച് ഞാൻ പറഞ്ഞു, കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാഹുലിൻ്റെ അടുത്ത് പൈസ മേടിച്ചിക്കണോ ചോദിച്ചു നോക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ നല്ലൽക്ക് ഞാനോട് വെച്ചു, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ച്, വീട് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറയില്ല, ഏത് ജില്ലക്കാരനാണെന്ന് പറയില്ല. പക്ഷെ ഞാൻ മാന്യത കാട്ടി. പിന്നെയാണ് ഞാൻ അറിയുന്നത്, ഈവൻ ഇതിനെ വിളിച്ചപ്പോൾ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് വിളിച്ചത്. PK ഫിറോസും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ 3 ആൾക്കാരും ഓനപ്പുണ്ട്. പിന്നെ 4 ആളും കൂടെ ലൗഡ് സ്പീക്കറിട്ട് വിളിച്ചു. എന്നാൽ പറയണ്ടേ ഓലിൻ്റെ പണ്ട് ലൗഡ് സ്പീക്കറിട്ട് ആളെയും വിളിക്കണമെന്ന് പറയണ്ടേ? എനിക്കും ഈ പണി ചെയ്തൂടെ? വിലക്ക് വിളിക്കുമ്പോൾ 4 ആളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ലൗഡ് സ്പീക്കർ ഇട്ടാണ്ട് അതിന് മര്യാദയാണോ? അത് സാമാന്യ ബുദ്ധിക്ക് ഇറക്കണമാണ്. രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാട്ടാണ്. എന്തിനാ ഈ നാടകങ്ങൾ ചെന്നിക്കണ പോലെ നമ്മൾ പൊട്ടനാക്കാൻ നിൽക്കുക? നമുക്ക് വിവരം കിട്ടാനുള്ള സോഴ്സ് ഉണ്ടെന്നേ, എല്ലാ ഭാഗത്തും ഉണ്ട്. നിങ്ങളെന്താ കരുതിയേ? നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ കായ് മേടിച്ചുകൊണ്ട് ഉണ്ടാക്കുക, നിങ്ങളെ കായ് മേടിച്ചുകൊണ്ട് വേറെ ഉള്ളതിനെതിരെ പറയുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇച്ചിൻ്റെ നാക്കും എൻ്റെ തൊള്ളയും എൻ്റെ കണ്ണും എൻ്റെ തലച്ചോറും വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലാന്നേ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന കാര്യങ്ങൾ, എൻ്റെ തലകൊണ്ട് ഞാനത് വിവേചന ബുദ്ധിയോടെ നിരീക്ഷിച്ച് എൻ്റെ തൊള്ളുകൊണ്ട് ഞാൻ അവതരിപ്പിക്കും. അത് ഇനിയും തുടരും. വിമർശിക്കാതിരിക്കാനല്ല, മിണ്ടാതിരിക്കാനല്ല, വിമർശിച്ചുകൊണ്ടേ ഇരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇങ്ങനത്തെ കെട്ട കാഴ്ചകൾ കാണുമ്പോൾ മിണ്ടും. ഇവിടെ കാട്ടിയെന്താ ഓരോ നാടകങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ പരിശോധനയിലുള്ള നാടകങ്ങളെ നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളിലുള്ളവരും വാഹന പരിശോധന നടത്തുമ്പോൾ അത് ലൈവാണ്, എല്ലായിടത്തും നടത്തുന്നുണ്ട്. നരേന്ദ്രമോദി വന്നാലും പിണറായി വിജയൻ വന്നാലും പരിശോധന നടത്തുന്ന വഴി കൂടി വരികയാണെങ്കിൽ പരിശോധിക്കും. സംശയം തോന്നിയാൽ ചിലപ്പോൾ തുറക്കും, സംശയം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടി തുറക്കൂല. അത്രയേ ഉള്ളൂ. ഇവർ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി എന്നാ പറഞ്ഞേ. ഒരു നിലമ്പൂരാണ് ക്യാമ്പ് ചെയ്തേക്കണത്. നിങ്ങളത് മനസ്സിലാക്കണം. നിലമ്പൂരിന്റെ ഭൂമിശാസ്ത്രം അറിയണം. മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നില്ലയോ? ആരെ പൊട്ടന്മാരാക്കാൻ പറ്റണേ? അത് നോക്കണേ. ഓൾക്ക് കോഴിക്കോടും തിരുവനന്തപുരത്തും കൊല്ലത്തുള്ള ആൾക്കാർ ഇത് ശരിയാണെന്ന് എഴുതിക്കോളും. ഭക്ഷണം കഴിക്കാൻ പോയാൽ പോലെ വടവറം പാലത്തിന്റെ അപ്പുറത്തേക്ക് ഏതോ ഒലക്കേമല ന്യായീകരണമാണോ നടത്തുന്നത്? ആരെങ്കിലും പറ്റിക്കണത്? പുളിച്ചുകൾ, ഭൂലോക നോളകൾ, മൊയന്തുകൾ വന്നാണ്ട് വടവറം പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഹോട്ടൽ ഇട്ടണമെങ്കിൽ 24 കിലോമീറ്റർ അപ്പുറം മഞ്ചേരിക്ക് പോകണം, അല്ലെങ്കിൽ 30 കിലോമീറ്റർ അപ്പുറം പെരുന്തമണ്ണയ്ക്ക് പോകണം. നിലമ്പൂരില്ലാത്ത ഏത് ഫുഡാണ് വടവറം പാലത്തിന് അപ്പുറത്തേക്ക് വിളിക്ക് കിട്ടാണ്ടിരുന്നത്? നിലമ്പൂർ ഇന്റർനാഷണൽ നിലവാരമുള്ള ഹോട്ടൽ വരെ ഉണ്ട്. റോസ് ഇന്റർനാഷണൽ ഉണ്ട്, ഉർവശി ഉണ്ട്, ഫറസ് ഉണ്ട്, ഫുഡ് പിന്നെ പൂട്ടിപ്പോയി. അവിടെ തട്ടുകടകളുണ്ട്. രാത്രി മീൽസ് ഇട്ടണമെങ്കിൽ അത് കിട്ടും. പൊറോട്ട ഇട്ടണമെങ്കിൽ പൊറോട്ട കിട്ടും, ബീഫ് ഇട്ടണമെങ്കിൽ, മീൻ കിട്ടണമെങ്കിൽ, ചിക്കൻ കിട്ടണമെങ്കിൽ, പച്ചക്കറി കിട്ടണമെങ്കിൽ, ചൈനീസ് ഫുഡ് കിട്ടണമെങ്കിൽ, അറേബ്യൻ ഫുഡ് കിട്ടണമെങ്കിൽ, അൽഫാമും കുഴിമന്തി ഒക്കെ ഉൾപ്പെടെയുള്ളത് ഏതും കിട്ടും. നിലമ്പൂർ അങ്ങാടി കിട്ടാത്ത സാധനം വാറ്റുചാരായം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പച്ചമലടുത്ത് പറഞ്ഞ ഇവരെന്താ വെച്ചാൽ വൈകുന്നേരം പോലെ അബദ്ധത്തിൽ തോന്നിപ്പോയൊരു ബുദ്ധി ഒരു സീൻ ഉണ്ടാക്കാൻ എന്തായാലും ചെക്ക് ചെയ്യും.
അപ്പുറത്തേക്ക് പോകുമ്പോൾ വടംപുറം പാലത്തിന്റെ അപ്പുറത്തേക്ക് ഒരിക്കൽ വേണ്ടാന്ന് KTDCന്റെ ഡാമിന്റെ ഹോട്ടലുണ്ട് നിലമ്പൂര് കരിമ്പുഴയിൽ. അതുപോലെ ആൾക്കാരെ പറ്റിക്കുക. ആരെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തുണി കുപ്പായം എടുത്തിട്ടാ പോവുക. എന്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇവര് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ തുണിയും കുപ്പായവും പുസ്തകവും ഇത് വലിയ വായനക്കാരാണെന്ന് അറിയിക്കണത്. അതിനാണ് തോൽപ്പിച്ചത്. ഭയങ്കര വായനക്കാരായത്. ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നോവൽ അയച്ചുകൊണ്ടിരിക്കുക, ലേഖനം വായിച്ചുകൊണ്ടിരിക്കുക, മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ. അത്രയേ ഉള്ളൂ. ഭയങ്കര വായനക്കാരാണ് എന്നുള്ളത് കാണിക്കണം. സ്വരാജ് വായനക്കാരൻ നടക്കും, ഞങ്ങളും വായനക്കാരാണ്. അതാണ് ഈ പുളിച്ചള പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ഈ നാടകം കളിച്ച് കൃത്രിമമായിട്ട് ഇമേജ് സൃഷ്ടിക്കാൻ. ആരെങ്കിലും ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അരമണിക്കൂർ നേരത്തെ കേസുള്ളൂ. ഭക്ഷണം കഴിച്ചാണ്ട് തിരിച്ച് റൂമിൽ തന്നെ വരുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുപ്പായം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുപ്പായം മാറും. അങ്ങനെ ഉണ്ടോ? കുളിച്ചുമ്പോൾ കുപ്പായം മാറും. ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ തിരിച്ച് പിടിക്കാനല്ലേ റൂമിൽ തന്നെ വരുന്നേ. അപ്പം എന്തിനാ ഡ്രസ്സ് എടുത്ത്, എന്തിനാ പെട്ടിയെടുത്തത്? നമ്മൾ ഭക്ഷണം കഴിക്കാനോ നമ്മളിവിടെ ഈ ഹോട്ടലിൽ പോയി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് ഒന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ, അത് വണ്ടി പോകുകയാണെങ്കിൽ കുടയും കൂടി എടുക്കണ്ട. നമ്മൾ പിന്നെ ഗൂഗിൾ പേ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ മാത്രമേ എടുക്കുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ പൈസയും കൂടി കഴിഞ്ഞെടുക്കും. വേറെ എന്തെങ്കിലും എടുക്കോ? ഒരു കർച്ചീഫ് നമുക്ക് കഴിഞ്ഞെടുക്കും. ടവല്. ഇവരെ ആരെയാണ് ഈ പറ്റിക്കുന്നത്? 8 കാലി മൂഞ്ഞ് കളിക്കരുത്. ഇവരെന്നിട്ട് റീൽസ് എടുത്തുകൊണ്ട് പിന്നെ BGM ഇട്ടുകൊണ്ട് പിന്നെ അവതരിപ്പിച്ച് സ്റ്റാറാവാൻ നോക്കുക. മെയ്യനങ്ങാതെ കൈ നനയാതെ മീൻ പിന്നെ പിടിക്കാൻ നോക്കുകയാണ്. അതാണ് ഇവരെ പരിപാടി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ തന്നെയാണ് ഈ നോവൽ കാട്ടിയിട്ടുള്ളത്. അവിടെ ഈ പറയുന്ന UDF-ന്റെ 10-40 MLA-മാരും ഇത്രയും 10-20 MP-മാർ, രാജ്യസഭാംഗങ്ങൾ ഉൾപ്പെടെ 20-ലേറെ MP-മാരും ഉണ്ടല്ലോ. ലീഗിന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടല്ലോ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയം വരുമ്പോഴേക്ക് തന്നെ ഉമ്മച്ചേച്ചിയുടെ വണ്ടിക്ക് പാഞ്ഞു കയറുക. ഷാഫി പാവക്കൂട്ടത്തിലും പുതുപ്പള്ളിയിൽ വിജയം ഉണ്ടാക്കിക്കാൻ അവർക്ക് പാഞ്ഞു കയറുക. വേറെയുള്ളൊരു ഇതിന് പോണില്ലല്ലോ. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ KC ജോസഫോ ബെന്നി ബഹനാനോ വേണ്ട ചാടിയുമ്പനോടെ ഉണ്ടല്ലോ. ആദ്യം ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? നമ്മളെ പിന്നെ യൂത്ത് ലീഗിന്റെ നേതാവ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കനത്ത മഴയുണ്ട് കേട്ടോ. അതുകൊണ്ട് ശബ്ദം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് പരമാവധി ഒച്ചെടുത്തിട്ടാണ് പറയുന്നത്. ജനലടയ്ക്കാനും മറന്നുപോയി. ഈ പിന്നെ PK ഫിറോസ് മനസ്സിലാക്കേണ്ടത്, PK ഫിറോസിന്റെ PM സാദിഖലി അവിടെ ഉണ്ട്. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഉണ്ട് അവിടെ. KM ഷാജി ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ MK മുനീർ ഉണ്ട്. ഷാഫി ചാലി ഉണ്ട്. ഉബൈദുള്ള സാഹിബ് ഉണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. ഇത് ഇജാതി കോപ്രായം കെട്ടാൻ പോയിക്കണോ? ഏതെല്ലാം ഡീകാരികളെ പോയിക്കണോ? ഞാൻ പറഞ്ഞ സ്വന്തം കയ്യിൽ നിന്ന് വണ്ടിക്ക് എണ്ണ അടിച്ച് കണ്ട് അവിടെ പോയിട്ട് പട്ടിപ്പടി എടുക്കണം. 100 കണക്കിന് യൂത്ത് ലീഗുകാർ, യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഓൽക്കൂടി നാണക്കേടുണ്ടാക്കുക. ഓവറാക്കി ചളാക്കരുത്. ഓരോ സ്ക്രിപ്റ്റൊക്കെ നന്നായിരുന്നു, അല്ല ഓരോ അഭിനയമൊക്കെ നന്നായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റും മോശമായി, സംവിധാനവും മോശമായി. അതിനുണ്ടായത് എന്നും നാട്ടുകാരെ പൊട്ടന്മാരാക്കരുത്. അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയാത്ത ആൾക്കാരെ പൊട്ടന്മാരാക്കാം. ഇവർക്കറിയാം പെട്ടി പരിശോധിക്കുന്ന അറിയാം. അപ്പോൾ പെട്ടി പരിശോധിക്കുമ്പോൾ അത് പിന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഇവർ പെട്ടെന്ന് താരങ്ങളായി മാറുന്നതായിരുന്നു. ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. ആൾക്കാർ പുച്ഛിക്കുകയാണ് പോലെ. ഓലെ രണ്ടാളത്തെയും കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ കൃത്രിമ ഇമേജ് മുഴുവൻ തകർന്നടിയുന്ന അതിദയനീയമായ കാഴ്ചയ്ക്കാണ് ആ സംഭവത്തിലൂടെ കേരളം സാക്ഷ്യം വഹിച്ചത്. ഇവരെന്താന്നുള്ളത്, ഇവർ ഭൂലോക തരികിടകളാണെന്നുള്ളത് ഓലെന്നോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നേ. അതിന് 2 ദിവസം മുമ്പാണ് നമ്മൾ പറഞ്ഞത്. ഓൾക്ക് ഉപദേശപൂർവ്വമാണ് സ്റ്റോറി ചെയ്തത്. റീൽസ് ഇട്ട് കളിക്കലല്ല രാഷ്ട്രീയം എന്നുള്ളത്. ഇവിടെ DYF-ന്റെ എല്ലാ നേതാക്കന്മാരില്ല. സനോജ് ഉണ്ട്, വസീഫ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉണ്ട്, ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവ് ഉണ്ട്. പല മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ അവിടെ ഉണ്ട്. പാർട്ടിന്റെ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജില്ലാ ഭാരവാഹികളുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. ആരെങ്കിലും ഇങ്ങനത്തെ പുളിച്ചത്തിന് പോയിക്കണോ? BJP-ന്റെ രാജീവ് ചന്ദ്രശേഖർ തൊട്ട് PDJS-ന്റെയും BJP-ന്റെയും ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. ആരെങ്കിലും ഇമാതിരി വൃത്തികേട് കാണിച്ചിട്ടുണ്ടോ? ആകെ കാണിച്ചത് ഈ 3 എണ്ണാണ്. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഷാഫി പറമ്പിലും. പിന്നെ എന്നെ വിളിച്ച യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞത് എന്തിനാണ് ലൗഡ് സ്പീക്കറായിട്ട് കേൾപ്പിക്കുന്നത്? അന്ന് രാഹുലിന്റെ അടുത്തിന്റെ നമ്പർ ഉണ്ടല്ലോ, രാഹുലിനെ എന്നെ വിളിച്ചൂടെ? ഷാഫിക്ക് എന്നെ അറിയാലോ, ഞാൻ ഷാഫി തമ്മിൽ സംസാരിച്ചിട്ടില്ല. വിളിച്ചിട്ട് എതിരെ അഭിപ്രായം പറയാലോ. ഇത് ലൗഡ് സ്പീക്കർ ഇട്ടാണ്ട് കേട്ട് നമ്മളാണ്ട് ഞെട്ടും എഴുതിയിട്ടുണ്ടാവും. ഞാൻ അവസാനം എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ മാനിയായിട്ട് പറഞ്ഞ പിന്നെ അവസാനിപ്പിച്ചു. ഈ പേച്ചിക്ക് കൂട്ടം അരപ്പെട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ രണ്ടാളെയും കുറിച്ച് കോൺഗ്രസ്സുകാരെന്നെ പറയണത്, ലീഗുകാർ പറയണത്, രാഷ്ട്രീയ ബോധമുള്ള വിവേകമുള്ള ആൾക്കാർ പറയണത്.
ഈ ഉദ്യോഗസ്ഥര് എല്ലാവരും പരിശോധിക്കുന്നുണ്ട്. ഒരു പരിശോധന നടക്കുന്ന സമയത്ത് പരിശോധിക്കുന്ന കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ വാഹനവും പരിശോധിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശോധിക്കുന്നവർ ആരും ഓലൊന്നും മൊബൈലിൽ റീൽസ് എടുത്ത് കളിച്ചില്ലാന്നേ. പരിശോധിച്ചോ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഒരു വണ്ടി പരിശോധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ലൈവാ, ഓൾക്കെതിരെ നടപടി ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സർക്കാരിന് പോലും ഓല മേലെ നിയന്ത്രണമില്ല. ഒരു നേരെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യണ്ടേ ഇവര്. ഇപ്പൊ നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒക്കെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പിന്നെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന കേന്ദ്രങ്ങളിൽ, തീവ്രവാദ അക്രമ സാധ്യതയുള്ള പല കേന്ദ്രങ്ങളിലും, അതേപോലെ മുംബൈയിലും ഒക്കെ ആണെങ്കിൽ സാധാ റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകണം. നമ്മളെ ബാഗേജ് സ്കാനറിലൂടെ വിടണം. ഇവിടെ കൊച്ചി മെട്രോയിൽ സ്കാനറിലൂടെ വിടണം. ഞാൻ മദ്യപിച്ചിരുന്ന സമയത്ത് ഞാൻ സാധാരണ അരയിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നേരെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ പോയാൽ മതി, കുടയുണ്ടെങ്കിലും കൈ പിടിച്ച് പോവാം. പക്ഷെ ഞാൻ ബാഗിനുള്ളിൽ വെച്ചപ്പോൾ എന്താട്ടി ഇവര് സ്കാനിങ്ങിൽ തെളിഞ്ഞു. അപ്പം എന്നോട് ചോദ്യം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പിന്നെ പൈഞ്ചുണ്ട്, ഒരു ബോട്ടിലുണ്ട്, ഓപ്പൺ അല്ല, വീട്ടിൽ കൊണ്ടിട്ട് കഴിക്കാനാണ്, ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞല്ല അതിശോട്ടിരുന്ന സമയത്താണ്. അതേമാതിരി ഒരു വട്ടം വിശാഖപട്ടണം എയർപോർട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ നിലമ്പൂർക്ക് വരിക. അപ്പം പിന്നെ മറ്റേ ട്രെയിനിന് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് യാത്ര ചെയ്യണം. എന്നിട്ട് പാലക്കാടോ അല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനൊക്കെ കയറി പിന്നെ നിലമ്പൂർക്ക് പോകണം. അപ്പം എനിക്ക് അർജൻറ്റായിട്ട് എത്തണം. അപ്പം ഞാൻ എന്നിട്ട് വിശാഖപട്ടണം നിൻ്റെ അമ്മായി എന്നെ കാണാൻ വേണ്ടി പോയതാ. പ്രായമായിട്ട് സുഖമില്ലായിരിക്കുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് നേരെ വിശാഖപട്ടണത്തേക്കാണ് പോകുന്നത്. ചെന്നൈയിൽ വന്നിട്ട് ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണത്തേക്കാണ് പോയത്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ വിശാഖപട്ടണത്ത് നിന്ന് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് കിട്ടി. അപ്പം പിന്നെ 1 മണിക്കൂർ നേരെ ഉള്ളൂ അതിൻ്റെ ഫ്ലൈയിങ് പിന്നെ ടൈം എന്ന് പറയുന്നത്. 1 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂരിൽ നിന്ന് അപ്പോൾ തന്നെ നിലമ്പൂർക്ക് പിന്നെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ആകുമ്പോൾ തന്നെ ഇവിടെ എത്താം. അപ്പോൾ ഈ ഒരു ദിവസം മുഴുവൻ പോകില്ല, 12 മണിക്കൂറിലാവാം. ഞാൻ അങ്ങോട്ട് വരിക. അപ്പം ഞാൻ സാധാരണ ഇതിൽ തീപ്പെട്ടിയാണ് ഫ്ലൈറ്റ് യാത്ര നടത്തുമ്പോൾ കയ്യിൽ വെക്കുക, തീപ്പെട്ടി. അതാകുമ്പോൾ സ്കാനിങ്ങിൽ പിടിക്കൂല. അന്ന് ഞാൻ പിന്നെ അബദ്ധത്തിൽ എൻ്റെ അടുത്ത് ലൈറ്റർ ഉണ്ടായിരുന്നു, തീപ്പെട്ടി ഉണ്ടായിരുന്നില്ല. ലൈറ്റർ ഞാൻ എന്നിട്ട് ട്രോളി ബാഗിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചൊക്കെ ഒരു പിന്നെ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചൊക്കെ വെച്ചു. സ്കാനിങ്ങിൽ പിടിച്ചു, ഓല അവിടെ മേടിച്ചു വെച്ചു. ഇതൊക്കെ ഉണ്ടാവുന്ന നടപടിക്രമം. നമ്മളെ ബാഗേജ് ചെക്ക് ചെയ്യുന്നതിനാണ്. നമ്മളടുത്ത് പിന്നെ മയക്കുമരുന്നുണ്ടോ, മറ്റ് ബോംബുണ്ടോ, വേറെയുള്ള ആയുധങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കാനാ. 1,00,000 ആളെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാളത് പോലും ബാഗിനകത്ത് സാധനം കിട്ടില്ല എന്ന് വരും. പക്ഷേ പോകുന്ന ആൾക്കാർ മുഴുവൻ ഈ പ്രോസസ്സിന് വിധേയരാവണം. അത് നടപടിക്രമമാണ്. അതറിയാത്തവരൊന്നല്ലല്ലോ ഈ ഊളകൾ. അൻവറിന്റെ വീട്ടിൽ രാത്രി തലയിൽ മുണ്ടിട്ട് പോയവനല്ലേ രാഹുൽ മാങ്കുട്ടത്തിലോ കോൺഗ്രസ് നേതാക്കന്മാർ അറിയാതെ ഓൻ കരുതി എന്താ അറിയാം, അവിടെ പോയിക്കാണ്ട് അഥവാ അൻവറിനെ അന്ന് അനുനയിപ്പിക്കാൻ പറ്റിയ പിന്നെ ഓന് സ്റ്റാറായല്ലോ. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് അവിടെ ഉണ്ട്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശശി തരൂരുണ്ട്, പിന്നെ കെ സുധാകരനുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലുണ്ട്, DCC പ്രസിഡന്റ് VS ജോയി ഉണ്ട്, സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാട ഷോക്ക് തന്നെ അവിടെ ഉണ്ട്, KPCC സെക്രട്ടറി ആയിട്ടുള്ള ആലിപ്പറ്റ ജമീൽ അവിടെ നിന്നുണ്ട്. ഇവരൊക്കെ ഉണ്ട്. അൻവറുമായി വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ഒരുപാട് MLA മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ഉണ്ട്. ഓല അനുനയിപ്പിക്കാം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിന്നെ വിചാരിച്ച് നടക്കാത്തടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിക്കാണ്ട് എങ്ങനെയും കിട്ടിയാലൊരു മാങ്ങ ഇല്ല പോയാലൊരു കല്ല് ഒന്ന് എറിഞ്ഞു നോക്കിയതാ രാത്രിയിൽ ആളാവാൻ വേണ്ടി. ഈ ജാതി നോളത്തിനെ കാട്ടിക്കൊണ്ടിരിക്കണേ പട്ടിഷോ നടത്തുകയാണ് ഇവര്. വേറും പട്ടിഷോ 8 മുമ്പ് കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ആൾക്കാരും പിന്നെ പരിശോധിക്കുന്നുണ്ട്. വരുന്നത് മാത്രമൊന്നുമല്ല, ബാക്കിയുള്ളൊരു തരത്തിലാണ് ഈ അല്പതരത്തിന് നിന്നിട്ടില്ല എന്നുള്ളൂ. എന്തായിരുന്നാലും ഇവരെന്തായി എന്നുള്ളത് എന്താണ് എന്നുള്ളത് കൃത്യമായി കേരളീയ സമൂഹത്തിന് മുമ്പിൽ അവരെന്നെ ഓവറായിട്ട് അഭിനയിച്ച് ചളാക്കി പൊളിച്ചു കൊടുത്തു. ഓരെ ഇവരെ യഥാർത്ഥ മുഖം ഇത്രയും വികൃതമാണെന്നുള്ളത് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞു. കോൺഗ്രസിനകത്തെയും ലീഗിനകത്തെയും ഇവരുടെ പിന്നെ അന്ധമായി ഇവരെ സ്നേഹിച്ചിരുന്ന ഇവരുടെ ഫാൻസിന് അത് ബോധ്യപ്പെട്ടു. പാനിയെടുക്കണോ പോയിട്ട് കോപ്രായം കാട്ടിക്കൊടുക്കല്ലേ, റീൽസ് ഇട്ട് കളിക്കണമെന്നല്ല രാഷ്ട്രീയം. എത്ര ആ മണ്ഡലത്തിനകത്ത് പകുതിയിലേറെ പേരും ഏറ്റവും അത്യന്താധുനികമായ ഫോൺ ഉപയോഗിക്കുന്നവരൊന്നല്ല. ആന്ധ്രയിൽ നിന്ന് കുടിയേറി വന്ന കൊശവന്മാരുള്ള നാടാ. ചോല നായ്ക്കന്മാരെന്ന് പറഞ്ഞ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഗോത്രവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന മണ്ണാ. നിലമ്പൂർ എന്താണെന്നറിയാതെ ഈ ജാതി മോയന്തല അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തറിയോ, ആരെയാണ് സുഖത്തിൽ കിട്ടേണ്ട വോട്ടും കൂടി ഇല്ലാണ്ടാവും.
എനിക്ക് ആര്യ ഷൗക്കത്തിനോടും കോൺഗ്രസ് നേതൃത്വത്തോടും പറയാനുള്ള ഇത്യങ്ങളും മൂന്നിനോടും ഒന്നെങ്കിലും മര്യാദയ്ക്ക് മഴയും വെയിലും കൊണ്ട് പണിയെടുക്കാൻ പറയും, നാട്ടിൽ ഇറങ്ങിയാണ്ട് ഓരോ ബൂത്തൊക്കെ കേന്ദ്രീകരിച്ചാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടിയും കണക്കെടുത്ത് തിരിച്ചു പോകാൻ പറയും ഓരോ ഹോട്ടലിൽ നിന്ന്. കുട്ടികളെ അടിച്ചാ വരാൻ പോണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അത് കഴിഞ്ഞിട്ട് വരാൻ പോണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണെന്നുള്ള ഉത്തരവാദിത്വ ബോധമുണ്ട് രാഷ്ട്രീയക്കാർക്ക്. ആ ബോധത്തോടെയാണ് BJP-യുടെയും CPM-ന്റെയും ലീഗ്, ഈ മൂന്നെണ്ണം ഒഴിച്ചിട്ടുള്ള ലീഗിന്റെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകരോടെ പ്രവർത്തിക്കുന്നത്, BDJS-ന്റെ ഒക്കെ CPI-യുടെ ഒക്കെ. എല്ലാവർക്കും ഇത് വലിയ പോരാട്ടം. അൻവറിന്റെ ടീം വരെ, സ്വതന്ത്രന അൻവറിന്റെ ടീം വരെ നയിക്കുകയാണ് അവിടെ. അധികം ഊളത്തരം കാട്ടാൻ പോയിട്ടില്ല. എന്തായിരുന്നാലും ഇവര് വെറും അലൻ ജോസ് പെരേരയുടെയും ആറാട്ടന്റെയും നിലവാരത്തിലുള്ള രണ്ട് ഭൂലോക പുളിച്ചുകളാണെന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി തന്നതിൽ അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നത്. പിന്നെ ഇന്നെ അവരെ കൊണ്ട് ഇവരെ കൊണ്ട് വിളിപ്പിക്കാൻ നിൽക്കണ്ട. നേരിട്ട് വിളിച്ച് പലരും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോ. ഐ വിൽ നെവർ എയർ ഇറ്റ്. ഇന്നെ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച് പലരോട് സംസാരിക്കാറുണ്ട്. രാഹുൽ ഞാൻ തമ്മിൽ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുണ്ടല്ലോ. രാഹുലിന് ഫേവറബിൾ ആയിട്ടുള്ള പല ഞാൻ അയച്ചിട്ടുള്ള വോയിസ് രാഹുലിന്റെ അടുത്തുണ്ടല്ലോ. രാഹുലിന്റെ വേറെ കഥ ഞാൻ പിന്നെ അടുത്ത സ്റ്റോറിയിൽ ഞാൻ പറയാം. എന്താ രാഹുൽ എന്നുള്ളത് തെന്നലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. എന്താ നമ്മൾ പൊട്ടന്മാരാന്ന് എഴുതിയോ? ബാല ചോദിച്ചമാരി ഞാനെന്താ പൊട്ടനാ? ഫോണിലൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള കണ്ടന്റ് പുറത്തു വരാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എത്രയോ നേതാക്കന്മാരായിട്ട് നമ്മൾ സംസാരിക്കണം. ഒരാളെ പോലൊരു പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ പോകാറില്ല. പാറശാല തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ചെറിയ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ നമ്മൾ പത്രപ്രവർത്തകരൊന്നും അല്ലല്ലോ. വെറും ഒരു പിന്നെ എന്താ പറയാ, ഫോണിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു ഫോണും വെച്ച് കേട്ടെന്നല്ലാതെ. അങ്ങനെ ഉണ്ടാക്കിയെടുത്താ അത് വ്യക്തിപരമായി നമുക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവണം. ഈ ജാതി കോപ്രായം കേട്ടാൻ ജീവിതത്തിൽ നമ്മളും പോയിട്ടില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരിക്കണതേ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ജീവിതത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാതെ അവിടെ പണിയെടുക്കുന്ന ഈ 4 സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, അൻവറിന് വേണ്ടിയിട്ടും ആര്യ ഷൗക്കത്തിന് വേണ്ടിയിട്ടും സ്വരാജിന് വേണ്ടിയിട്ടും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടും പണിയെടുക്കുന്ന BJP-യുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും CPM-ന്റെയും CPI-യുടെയും BDJS-ന്റെയും ഒക്കെ അടിത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരുണ്ട്. അവരവരെ പണിക്ക് പോകാതെ ഇവിടെ പിന്നെ പല മണ്ഡലങ്ങളിൽ നിന്ന് വന്നിട്ട് അവിടെ വന്നിട്ട് വീട് കയറുക. അപ്പോഴാണ് ഇവന്മാരെ പട്ടി ഷോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞതാ, നമ്മൾ കേട്ടിട്ടുണ്ട് കുടത്തിൽ തല കുടുങ്ങിയ പട്ടിന്ന്. ഇവര് പറഞ്ഞതെന്താ വെച്ചാൽ ലീഗിന്റെ നേതാവ് എന്നോട് പറഞ്ഞേ പെട്ടിയിൽ തല കുടുങ്ങിയ പട്ടികൾ എന്നാ പറഞ്ഞത്. ഞാൻ വേറെ ചാനലിൽ പറഞ്ഞത് ഇന്നലെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പട്ടികളെന്ന് വിശേഷിപ്പിക്കരുത്. കാരണം പട്ടിയേക്ക് മലയാളം അറിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പട്ടിയേക്ക് മലയാളം അറിയുന്നുണ്ടെങ്കിൽ ഐറ്റങ്ങൾ നിങ്ങളെ കടിക്കും. കാരണം പട്ടിയേക്ക് നാണക്കേടാണ് ഇവരെ പട്ടികൾ. ഇവർക്ക് വേണമെങ്കിൽ അംഗീകാരമാവും പട്ടീനോട് താരതമ്യപ്പെടുത്തിയത്. പക്ഷെ പട്ടിയേക്ക് ഓരോട് താരതമ്യപ്പെടുത്തിയാല പിന്നെ അപമാനാണ്. സമാനതകളില്ലാത്ത വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയല്ലോ, അത് ഇതാണ്. ലോകത്ത് ഒരു മനുഷ്യനോടും ഒരു മൃഗത്തോടും സാമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു പ്രത്യേക തരം ജന്മങ്ങളായിട്ട് ഇറ്റങ്ങൾ 3 മാറിയിട്ടുണ്ട്. ഈ എങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ബോബിന്റെ മുകളിന്റെയും കൂടെ പട്ടിക്കുട്ടി നടക്കണ മാതിരി ഈ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെയും ഒപ്പം എങ്ങനെ PK ഫിറോസ് പോയി പെട്ടുപോയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. PK ഫിറോസ് അടിയന്തരമായിട്ട് ഈ ബന്ധം വിശേഷിച്ചിട്ടില്ലെങ്കിൽ താനൂരൊക്കെ നേരെ തിരിച്ചടിക്കും. നഷ്ടപ്പെടുന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഫിറോസെ. അത് ഫിറോസ് മനസ്സിലാക്കണം. സ്നേഹം കൊണ്ട് പറയുക, വേണമെങ്കിൽ തിരുത്തിയാൽ മതി. നിങ്ങളൊന്നും ആരുടെ എളാപ്പാൻ കുട്ടിയല്ല മൂത്താപ്പാൻ കുട്ടിയൊന്നും അല്ല. ആര് ചോദിച്ചാലും ഇച്ചൊരു തേങ്ങയില്ല.